In this video, we are going to discuss about how to create paragraph using HTML. HTML use ചെയ്ത് എങ്ങനെ ഒരു paragraph create ചെയ്യാം. For that, once again go to the natural section of the Wikipedia. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഇവാലുവേറ്റ് ചെയ്ത് പാരഗ്രാഫിനെ റെഫർ ചെയ്യുന്ന ടാഗ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അണ്ടർ ദിസ് ഡിവിഷൻ യെസ്, ഇവിടെ നമുക്ക് സെലക്ഷൻ വന്നത് കാണാം. സോ P tag refers paragraph. P stands for paragraph. സോ നമുക്കിനി കോഡ് ചെയ്യാം. പാരഗ്രാഫിന് വേണ്ടി ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. paragraph.html. ഓക്കെ, ഹെഡിങ്ങിലെ കണ്ടന്റ് കോപ്പി ചെയ്യൂ ആൻഡ് പാരഗ്രാഫിലോട്ടേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ വിൻഡോ ആൻഡ് ലെഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഇതിനെ അറേഞ്ച് ചെയ്യുകയാണ്. നൗ ഹെഡിങ് ടു പാരഗ്രാഫ്. ഞാനിവിടെ പാരഗ്രാഫിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ടാബിലുള്ള മാറ്റം കാണാൻ. നേരത്തെ ഹെഡിങ് ആയിരുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ കണ്ടു പി ടാഗാണ് പാരഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ പി, this is my first paragraph. This is my first paragraph. ഓക്കെ, ഞാൻ ഒരു പാരഗ്രാഫ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. കോപ്പി ചെയ്തു, പേസ്റ്റ്. This is my second paragraph. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കോഡ് ചെയ്യുന്നതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ലൈൻ ഓർ രണ്ട് പാരഗ്രാഫ് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് എവറി പാരഗ്രാഫ് സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ലൈൻ. ഞാനിവിടെ ന്യൂ ലൈനിന് പ്രത്യേക ക്യാരക്ടറോ പ്രത്യേക ടാഗ്സോ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇതിൽ നോക്കുമ്പോൾ ഓരോ ലൈനും ഓട്ടോമാറ്റിക്കായി ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ പാരഗ്രാഫ് ടാഗിൻ്റെ പ്രത്യേകതയാണത്. ആൻഡ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പാരഗ്രാഫിൻ്റെ ഇടയിലൊരു ലൈൻ ബ്രേക്ക് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്കത് മാനുവലി കൊടുക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് BR. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ ഞാനിവിടെ ദിസ് ഈസ് മൈ കഴിഞ്ഞിട്ടാണ് ലൈൻ ബ്രേക്ക് കൊടുത്തേക്കുന്നത്. അതിന് കറസ്പോണ്ടായിട്ട് ലൈൻ ബ്രേക്ക് ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാരഗ്രാഫ്.